അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കും പ്രബോധകർക്കും നേരെ കാലങ്ങളായി പുരോഹിതന്മാർ പയറ്റിക്കൊണ്ടിരിക്കുന്ന പല ആരോപണങ്ങളും, അതിനൊക്കെ കൃത്യമായി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും പ്രബോധകരും മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവരുടെ പഴയ നേതാക്കന്മാർ ആരോപിച്ച ആരോപണങ്ങൾ ഇന്നും കടമെടുത്തുകൊണ്ട് സ്റ്റേജുകളിലും പേജുകളിലും പുരോഹിതന്മാർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. AP സമസ്തക്കാർക്ക് മറുപടി എന്ന വ്യാജേന കേരളക്കരയിൽ ആകമാനം പച്ച ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന 3 അടുപ്പുങ്കലുകളുണ്ട്. അവർ പച്ച ഷിയായിസമാണ് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിതാബോധി പഠിപ്പിച്ച മുസ്ലിയാക്കന്മാർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് അവർക്കെതിരെ സംസാരിച്ചു. അപ്പോൾ അവരുടെ നേതാക്കന്മാരായ ഉസ്താദുമാർക്കെതിരെ പ്രമാണങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വഹാബി ചാപ്പ കുത്തി വായിൽ തോന്നുന്ന തെറികളൊക്കെ വിളിച്ചുകൊണ്ട് ലക്ഷണം കെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് പുരോഹിതവർഗം. അത് നമ്മളിപ്പോൾ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ കേരളക്കരയിൽ AP സമസ്തക്ക് മറുപടി എന്ന വ്യാജേനയാണ് അവർ വെച്ച് പുലർത്തുന്ന ശിർക്കും കുഫറും കലർന്ന വിശ്വാസം സമൂഹത്തിനിടയിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത്തരത്തിൽ AP സമസ്തക്കാർക്ക് മറുപടി എന്ന രീതിയിൽ ഇന്നലെ നടന്ന ഒരു പ്രോഗ്രാമിൽ അവരുടെ കൂലിപ്രഭാഷകരിൽ തെറിയൂർ സഖാഫി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തൊഴിയൂർ സഖാഫി എന്ന മുസ്ലിയാര് അവന്റെ ശിർക്കും കുഫറും കലർന്ന വിശ്വാസം സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടക്കം കുറിക്കുന്നത് തന്നെ ഇയാൾ വെച്ച് പുലർത്തുന്ന ശിർക്കും കുഫറും കലർന്ന ആശയത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായി കൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്ന ആളുകൾ, അവർ റസൂലുള്ളാഹി തങ്ങളുടെ പേരമക്കളെ അഹ്ലുബൈത്തിനെ നിന്ദിക്കും എന്ന വിഷയത്തിൽ സംശയം ഇല്ലല്ലോ. നേർക്ക് നേരെ ഇവർ വെച്ച് പുലർത്തുന്ന ആശയത്തിനെതിരെ സംസാരിക്കുന്നവരെ ഗണ്ണിക്കാൻ കഴിയില്ല എന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അഹ്ലുബൈത്തിനെയും ഒക്കെ നിന്ദിക്കുന്ന ആളുകളാണ് സെലഫികൾ എന്ന് പറഞ്ഞു വെക്കുകയാണ് മുസ്ലിയാർ. ഇവിടെ ഉടുക്കാനും പുതക്കാനും മാത്രം ബിദ്അത്തുകൾ പേറി നടക്കുന്ന ഈ കുബൂരി പുരോഹിതൻ പല്ലില്ലാത്തവനെ പല്ല എന്ന് വിളിക്കുന്നത് പോലെ ബിദ്അകൾ എന്ന് ആരോപിച്ചുകൊണ്ടാണ് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ആളുകളൊക്കെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള പരിശുദ്ധ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ അവാന്തര വിഭാഗങ്ങൾ. ഇവിടെ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളാണ്, അഹ്ലുബൈത്തിനെ നിന്ദിക്കുന്ന ആളുകളാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇവർ നിരന്തരം ആരോപിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഇവരാരും തന്നെ അഹ്ലുബൈത്തിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവർ അല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് അഹ്ലുബൈത്തിനെ നിന്ദിക്കുന്ന ആളുകൾ? ആരാണ് പ്രവാചകനെ നിന്ദിച്ച ആളുകൾ? ഇവരുടെയൊക്കെ നേതാക്കന്മാര് തന്നെയാണ്. അതിലൊരു സംശയവും നമുക്ക് വേണ്ട. തെളിവുകൾ സഹിതമാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ മഹാനായ നമ്മുടെ നേതാവിനെയും സഹാബാക്കളെയും വളരെ മോശമായി എഴുതി വെച്ചത് സമസ്ത പണ്ഡിതനാണ് എന്നതിന്റെ തെളിവാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സുന്നി വോയിസ് വാരികയാണ്. 1978 ഫെബ്രുവരി 10 ഇറങ്ങിയ സുന്നി വോയിസ് വാരികയിൽ എന്താണ് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും കവർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുള്ള മൗലവി എഴുതി വെച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഈ ലേഖനം എഴുതിയത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ് എഴുതുന്നത്. ഇനി ഈ പറയുന്ന സദഖത്തുള്ള മുസ്ലിയാർ ആരാണെന്ന് അറിയണ്ടേ? ഈ കുരുവട്ടൂർ മച്ചായിക്കന്മാരുടെ മതത്തോടുകൂടി എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്ന ടീമിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണല്ലോ ഇപ്പോൾ ലക്ഷണം കെട്ടവൻ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആണല്ലോ ലക്ഷണം കെട്ടവൻ. അതിന് മുമ്പുള്ള ആളുകളൊന്നും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ. അതൊക്കെ അവരുടെ മഹാനവറുകൾ തന്നെയാണല്ലോ. അപ്പോൾ കൃത്യമായി നമ്മൾ പരിശോധിച്ചോ ഈ സദഖത്തുള്ള മുസ്ലിയാർ ആരാണ്? ഇവര് പരമ്പര പറയാറുണ്ടല്ലോ, ആ ഒരു പരമ്പരയുടെ കോലമാണ് നമ്മൾ കാണുന്നത്. അതിൽ കൃത്യമായി ഈ സദഖത്തുള്ള മുസ്ലിയാർ പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ട അണ്ടനെയും അടകോടനെയും കുറിച്ച് എഴുതി വെക്കുന്നതല്ലോ ഈ പരമ്പര. ഇവരുടെ വലിയ വലിയ നേതാക്കന്മാരായ ഹോജരാജാക്കന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നതാണല്ലോ. പിന്നെ ഏതായാലും ആ മഹാനായ കണ്ണിയത്ത് കള്ളനല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും സിൽസില മേൽപോട്ട് എണ്ണുമ്പോൾ ഞങ്ങൾക്ക് കീഴ്പോട്ട് എണ്ണുകയാണ്. ഓച്ചിറ ഉസ്താദ്, അവിടുത്തെ ശിഷ്യൻ കുത്തുബി അഹമ്മദ് മുസ്ലിയാർ, അവിടുത്തെ ശിഷ്യൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, പിന്നെ കാണുന്നത് KK സദഖത്തുള്ള മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർക്ക് ശേഷം കാണുന്നത് KK സദഖത്തുള്ള മുസ്ലിയാർ, അവരുടെ ശിഷ്യൻ EK അബൂബക്കർ മുസ്ലിയാർ. EK അബൂബക്കർ മുസ്ലിയാരുടെ തൊട്ടുമുകളിൽ വരുന്ന KK സദഖത്തുള്ള മുസ്ലിയാരാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ സംഭവം എഴുതി വെച്ചിട്ടുള്ളത്.
നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ആരാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇവരുടെ നേതാക്കന്മാരെ ആളുകൾ തന്നെ അതിന് ഖണ്ഡനം പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന സദഖത്തുല്ലാ മുസ്ലിയാർ എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, അബദ്ധം പറ്റിപ്പോയതാണ്, അതുകൊണ്ട് ഞാൻ നിരുപാധികം തെറ്റ് തിരുത്തുന്നു, ഞാൻ മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയുന്നു എന്ന രീതിയിൽ എന്തെങ്കിലും തിരുത്തിയതായി വല്ലതും കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമോ? പ്രവാചകൻ ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർ ചെയ്യാനായിരുന്നോ? തൊഴിയൂർ സഖാഫി ഇങ്ങനെ തെറി പറഞ്ഞ് നടന്നാ പോരാ, ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് നടന്നാ പോരാ. സ്വന്തം നേതാക്കന്മാർ എന്തൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പോയി നോക്കണം. മാത്രവുമല്ല, നിങ്ങളൊക്കെ AP സമസ്തയുടെ കൂടാരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ കോപ്രായങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പാണക്കാട്ടെ തങ്ങളെ കുറിച്ച് ഇപ്പോൾ പ്രവാചകന്റെ അഹ്ലുബൈത്തിനെ നിന്ദിക്കുന്നവരാണ് എന്നാണല്ലോ പറഞ്ഞത് വിധേയകൾ. എന്നാൽ പ്രവാചകന്റെ അഹ്ലുബൈത്ത് എന്നൊക്കെ നിങ്ങൾ പറയുന്ന പാണക്കാട്ടെ തങ്ങന്മാരെ നമുക്ക് വ്യക്തിപരമായി അവരോടൊന്നും ഒരു ദേഷ്യവുമില്ല. അവർ വെച്ച് പുലർത്തുന്ന ആദർശത്തിൽ തെറ്റുണ്ട് എങ്കിൽ, പിഴവുണ്ട് എങ്കിൽ അതിനെതിരെ നമ്മൾ പറയും. ഈ പറയുന്ന പാണക്കാട്ടെ തങ്ങന്മാരോടൊന്നും വ്യക്തിപരമായി നമ്മൾക്ക് ഒരു ദേഷ്യവുമില്ല. പക്ഷേ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും നിങ്ങളൊക്കെ AP സമസ്തയിൽ ഉണ്ടാകുന്ന സമയത്ത് ചെയ്തു വെച്ച തോന്നിവാസങ്ങൾ ഇന്നും EK സമസ്തക്കാർ അതിനൊക്കെ മാപ്പ് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്ന പത്രം പുറത്തിറക്കുന്നത്? ആ വാർവല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുമ്പ് ഞങ്ങൾ ചോദിക്കട്ടെ. കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാറോലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയിസിലൂടെ നിങ്ങൾ എഴുതിയത് നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ മൂരിയെന്നും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ? നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകീഴായി പ്രസിദ്ധീകരിച്ചു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ. അതെ, ശിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ കാലിസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന്, പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നി വേദി. പാണക്കാട്ടേക്കൊരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. പ്രിയ ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ? ഈ രീതിയിൽ ഇതര മതസ്ഥർ പോലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ഈ രീതിയിൽ പാണക്കാട്ടെ തങ്ങന്മാർ അധിക്ഷേപിച്ചിട്ടുണ്ടോ? അതിനു മാത്രം തോന്നിവാസങ്ങൾ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ച ആളുകളാണെന്ന് സെലഫികൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവർ വെച്ച് പുലർത്തുന്ന ആശയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. ആ വിഷയങ്ങൾ നമ്മൾ പറയുകയും ചെയ്യും. അത് അവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ രീതിയിൽ ക്രൂരമായ അധിക്ഷേപം ഞങ്ങൾ ആരും നടത്തിയിട്ടില്ല. ഉണ്ട് എങ്കിൽ നിങ്ങൾ കാണിക്ക്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത്, ആരോപണം ഉന്നയിച്ച ആളായ്മത്ര നടത്തുകയല്ല വേണ്ടത്. തെറി വിളിച്ചും അധിക്ഷേപിച്ചും വ്യക്തിഹത്യ നടത്തിയുമല്ല മുമ്പോട്ട് പോകേണ്ടത്. നേർക്ക് നേരെ ആശയങ്ങൾ പറയുക, ആദർശം പറയുക, അതാണ് വേണ്ടത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇത്തരം പുരോഹിതന്മാരെ നാം തിരിച്ചറിയുക. ഇവർ ആരിൽ നിന്നൊക്കെ അച്ചാരം വാങ്ങി സമൂഹത്തിനിടയിൽ ഫിത്ന പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ടീമാണ്. പച്ച ഷിയായിസമാണ് ഇസ്ലാമിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് സമൂഹത്തിനിടയിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവരെ നാം തിരിച്ചറിയുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.